ഹായ് ഫ്രണ്ട്സ്, കൂർക്കയും ചാളയും റെസിപ്പി നോക്കാം. ഈ കോമ്പിനേഷൻ കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇതെന്ത് കോമ്പിനേഷനാണ്. പക്ഷേ ഇത് നല്ല അടിപൊളി സാധനമാണേ. പിന്നെ കൂർക്ക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ അത് ക്ലീൻ ചെയ്യാനായിട്ട് എല്ലാവർക്കും മടിയാണ്. കാരണം അത് സമയമെടുക്കും, പിന്നെ കൈയൊക്കെ ഭയങ്കരമായിട്ട് കറക്കും. സോ ഇതൊക്കെ ഇതിനും ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. കുറേ പേർക്കൊക്കെ അറിയുന്നതായിരിക്കും, അറിയാത്തവർക്കായിട്ടാണ് ഈ ടിപ്പ്. കൂർക്ക നന്നായി കഴുകി വൃത്തിയാക്കി അതിൻ്റെ ചെളിയും മണ്ണൊക്കെ കളഞ്ഞ് ഒരു കുക്കറിലേക്കിട്ട് കൂർക്ക മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് ഒറ്റ വിസിൽ. അപ്പം തന്നെ ഗ്യാസ് ഓഫ് ചെയ്യുക, കുക്കറിൻ്റെ എയർ റിലീസാക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് ചൂടാറി കഴിയുമ്പോൾ അതായത് ഇതുപോലെ തൊലി പൊളിച്ചെടുക്കാം. നമ്മൾ പൊട്ടറ്റോ ഒക്കെ ചെയ്യുന്ന പോലെ വളരെ സിമ്പിളാണ്, കൈ കറക്കത്തില്ല, ടൈം പോവില്ല. ഇത് എത്ര പേർക്കറിയാം, എത്ര പേര് ചെയ്ത് നോക്കിയിട്ടുണ്ട്, കമൻറ്റ് ചെയ്യണേ. കൂർക്ക ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ടിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോ, അവർക്കും യൂസ്ഫുൾ ആവട്ടെ. ഇതുപോലെയുള്ള ടിപ്സും ഹാക്സും ഒക്കെ അറിയണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് അടിച്ചാൽ മതിയേ. ഇന്നത്തെ റെസിപ്പി ചെയ്യുന്നത് ഞാനല്ല കേട്ടോ, മമ്മിയാണേ. അതുകൊണ്ട് എൻ്റെ കൈ അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ വരുന്ന കാണാം. അത് ആ കൂർക്ക മൊത്തം നമ്മൾ നന്നാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ചാള വേവിക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് 1 കിലോ ചാള. കഴുകി വൃത്തിയാക്കി ചെറിയ പീസുകളാക്കിയത് ഒരു പാത്രത്തിലിട്ട് കൊടുക്കാം. ഇതിലാവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 3-4 പച്ചമുളക് കീറിയത്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പുളിക്ക് ആവശ്യമായിട്ടുള്ള കൊടംപുളി. അത് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. അതായത് നന്നായിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ചെറുതായിട്ട് ലൊക്കേഷൻ ഒന്ന് ചേഞ്ച് ചെയ്ത് ശ്രദ്ധിച്ചോ. ഞങ്ങളുടെ ഗ്യാസ് കഴിഞ്ഞു പോയി, 8ൻ്റെ പണിയാണ് കിട്ടിയത്. പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, ചട്ടിയും കലവും എല്ലാം കൂടി എടുത്ത് ചേച്ചിയുടെ ഉടക്കി പോയി. ചേച്ചി തൊട്ട് താഴെ തന്നെ ഉള്ളതുകൊണ്ട് അതൊരു ഹെൽപ്പായിരുന്നു. ഒരു പാൻ അടുപ്പത്ത് വെച്ച് 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഒരു തണ്ട് കറിവേപ്പില, 2-3 പച്ചമുളക് കീറിയത്, ചെറുതായി അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നീളത്തിലരിഞ്ഞ് സവോളയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വഴറ്റി കൊടുക്കാം. സവോള നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, 3/4 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇവ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചച്ചുവയൊക്കെ മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ പച്ചച്ചുവ മാറുന്നവരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. അല്പം വെള്ളം ഒഴിച്ച് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നേരത്തെ ക്ലീനാക്കി വെച്ചിരിക്കുന്ന കൂർക്ക ചേർത്ത് കൊടുക്കാം. കൂർക്ക ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഈ നേരത്ത് ഉപ്പ് നോക്കണേ, ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കൂർക്ക നന്നായിട്ട് ഈ മസാലയിൽ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നമ്മൾ ഓൾറെഡി ഒരു വിസിൽ വരുത്തിയതാണ്. സോ കുറച്ച് നേരം നമുക്ക് ഇതിൽ അടച്ചു വെച്ചൊന്ന് ബാക്കി വേവിച്ചെടുക്കാം. കൂർക്ക ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചാളയും കൂടെ ചേർത്ത് കൊടുക്കാം. കൂർക്കയും ചാളയും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള കോമ്പിനേഷൻസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്കിനി നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. ഇതിൻ്റെ പുളിയും മസാലയൊക്കെ രണ്ടിലും നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് തുറന്ന് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒപ്പം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് മൂടി വയ്ക്കാം. തീ ഓഫ് ചെയ്യാം. ഒരു 5-10 മിനിറ്റ് ഇതുപോലെ മൂടി തന്നെ വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇതാ നമ്മുടെ ചാളയും കൂർക്കയും റെഡിയായേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, നല്ല സൂപ്പർ ഡിഷാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഫേസ്ബുക്കിലെ നമ്മുടെ പേജ് നിംസ് അലോറ ഇതുവരെയും ഫോളോ ചെയ്യാത്ത കൂട്ടുകാർ ആ പേജും കൂടി ഒന്ന് ഫോളോ